ഹലോ നമസ്കാരമുണ്ട്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകണമെന്ന് അറിയോ? ഒരു അടിപൊളി വെറൈറ്റി സാധനം കേട്ടോ. നമ്മളുടെ ഈ മുരിങ്ങക്കായ വെച്ചിട്ട് മുരിങ്ങക്കായ തൊക്ക് എന്ന് പറയും. അപ്പോൾ നമ്മൾ ആദ്യം ഒരു പാൻ എടുത്തു, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, അതിൽ കുറച്ച് കടുക് പൊട്ടിച്ചിട്ട് നമ്മളതിൽ കുറച്ച് പെരിഞ്ചീരകം ഇട്ടിട്ട് ഒന്നും ഇങ്ങോട്ട് വഴറ്റിയെടുക്കും കേട്ടോ. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഒരു 2 സവാള എടുത്തിട്ട് ഒന്നിങ്ങനെ അതിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുത്ത് അതിനകത്ത് കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് നല്ലൊന്നും വഴറ്റി കേട്ടോ. കുറച്ച് നമുക്ക് കരിവേപ്പിലും കൂടി ഇതിലിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ കേട്ടോ ഇത് ഇതേമാതിരി ആക്കിയിട്ട് കുറച്ചിങ്ങനെ ഒന്നും കൂടി വഴറ്റിയാൽ മതി, നല്ലൊന്നും വഴറ്റൊന്നും വേണ്ട. അപ്പോൾ നമ്മളതിലേക്ക് കുറച്ച് മുളക് പൊടി, ഒരു 2 ടീസ്പൂണ് മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഇങ്ങനെ ഇളക്കിയെടുക്കുക. ഓക്കെ, കണ്ടോ? നമ്മളിങ്ങനെ ഒന്നിങ്ങനെ നന്നായിട്ട് ഇങ്ങനെ വഴറ്റി വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഒരു 2 തക്കാളി എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് അരച്ചിട്ട് ഇതിൽ ചേർക്കുക കേട്ടോ. നമ്മൾ നന്നായിട്ട് അരച്ചിട്ട് ഇതിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കേട്ടോ, ഇതും കൂടി മിക്സ് ചെയ്തിട്ട് കേട്ടോ, ഇങ്ങനെ നന്നായിട്ട് കുഴമ്പ് രൂപത്തിലായി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഒരു 2 കപ്പ് വെള്ളം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തു. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്നിങ്ങനെ ഇളക്കുക കേട്ടോ. നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് ഇളക്കി. ഇനി നമ്മളിതിലേക്ക് എന്താ ചെയ്യേണ്ടത്, നമ്മൾ വെട്ടി വെച്ച മുരിങ്ങക്കായ ഇല്ലേ, അതൊക്കെ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അയവ, എന്ത് രസമാണെന്ന് നോക്കി. ഇനി നമ്മൾ ഒന്ന് കുറച്ചേരം അടച്ചു വയ്ക്കുക കേട്ടോ. ഒന്നും കൂടി വെന്തോട്ടെ മുരിങ്ങക്കായ. ഒന്നും കൂടി വെന്ത് വരുമ്പോൾ നമ്മൾ ഒരു 2 പിഞ്ച് നമ്മളുടെ പുളിയില്ലേ, നമ്മുടെ നാടൻ വാളംപുളി, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റും കൂടി നമ്മളൊന്നാണ് വേവിച്ചെടുക്കുമ്പോൾ നമ്മുടെ മുരിങ്ങക്കായ തൊക്ക് റെഡി. ഓക്കെ, കണ്ടോ? നമ്മുടെ ഊണിനൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ, നമ്മുടെ ഊണിൻ്റെ കൂടെ കഴിക്കാനും. പിന്നെ നമ്മൾ പറഞ്ഞില്ലേ, ഈ രാവിലെ ദോശയ്ക്കോ ഇഡ്ഡലിക്കോ ഒക്കെ ഉണ്ടാക്കി നമുക്ക് കഴിക്കാം. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ഊണിൻ്റെ കൂടെ ഇതും കൂടി വെച്ചിട്ട് നമുക്കൊരു അടിപൊളി ലഞ്ചാക്കാം അല്ലേ. അയവ, സൂപ്പർ. നമ്മളിതിൻ്റെ കൂടെ കുറച്ച് കാബേജും ക്യാരറ്റും കൊണ്ട് മെഴുക്കുവരട്ടിയും ഒരു കടുമാങ്ങയും ഒരു മീനും ഇട്ടിട്ട് അയവ. അപ്പോൾ ഉച്ച ഊണ് കുശാലായിട്ടോ. വായവ, സൂപ്പർ.